ശ്രേയസ്സും പ്രേയസ്സും തന്ന് അനുഗ്രഹിച്ചാൽ എന്താണ് ശ്രേയസ്? അത് കഠോപനിഷത്ത് വായിച്ചു നോക്കാം. പ്രേയസ്സും ശ്രേയസ്സും തമ്മിലുള്ള വ്യത്യാസം. നമുക്കെല്ലാവർക്കും ജീവിത സൗകര്യമില്ല, വേണ്ടേ? ജീവിക്കാനുള്ള ഇന്ന വസ്ത്രാദികളൊക്കെ, അറിവും ആനന്ദവും വേണ്ടേ? അന്നവസ്ത്രാദികൾ നമുക്ക് ലഭ്യമാകത്തക്ക വേണം. ജീവിതത്തിൽ എന്തെല്ലാം വേണോ അതെല്ലാം ശ്രേയസിന്റെ തലത്തിൽപ്പെട്ടത്. ആനന്ദം തരത്തക്ക വേണം നമുക്ക് എന്ത് ലഭിക്കുന്നു അത് ശ്രേയസിൽപ്പെട്ടത്. നമുക്ക് ഏതാ വേണ്ടത്? സാധാരണഗതിയിൽ പറയും ഇതെല്ലാം അസത്യം, ശ്രേയസ്സൊന്നും വേണ്ട, ശ്രേയസ് മതി. ഇവിടെ എന്ന് പറയുന്നു ശ്രേയസ്സും പ്രേയസ്സും രണ്ടിനും വേറെ അല്ലാതാണ്. കഠോപനിഷത്ത് പഠിക്കുമ്പോൾ നചികേതസ് എന്ന കുട്ടി ലോകസാധാരണമായ സുഖങ്ങളെല്ലാം വിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ്റെ എല്ലാ സമ്പത്തും വിട്ട് അവൻ യമന്റെ അടുത്ത് പോയി ശിഷ്യനായി ചേർന്ന് ബ്രഹ്മവിദ്യ പഠിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ അവിടെ തന്നെ നിനക്ക് എന്തെല്ലാം സുഖസൗകര്യങ്ങൾ തരാം, ഈ ചോദ്യം മാത്രം ചോദിക്കേണ്ട. ഏതാണ്? വൃത്തി രഹസ്യം. മരിച്ചാലേ പിന്നെ മരിച്ചവരുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറഞ്ഞേടോ നാട്ടിൽ ചോദിക്കുന്നു. മരണത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ മരണം പറയുന്നു ഈ ചോദ്യം ചോദിക്കട്ട, വേറെ വല്ലതും ചോദിച്ചാൽ നിനക്ക് അത് ഈ രാജ്യം മുഴുവൻ തരാം, അത് തരാം, ഇത് തരാം. ഇത് ദേവന്മാർക്ക് പോലും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, നീ ചോദിക്കട്ട. അപ്പൊ അവൻ പറയുന്നത് അങ്ങേക്ക് അറിയാമല്ലോ, ദേവന്മാർക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് അങ്ങേക്ക് അറിയാം, വേറെ ഒന്നും എനിക്ക് വേറെ ഒന്നും അറിയില്ല, അറിഞ്ഞാൽ മതി. അവൻ ചുരുക്കത്തിന് യമനെ തോപ്പിച്ച് നചികേതസ് എന്ന് പറയുന്ന കുട്ടി അവസാനം പറഞ്ഞെടുത്തതിൽ ആദ്യം നിരുത്സാഹപ്പെടുത്തി യമൻ പിന്നെ പറയുകയാണ്, നിന്നെ പോലെ ഉള്ള കുട്ടികളെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ ഇത്രയും വലിയ ശ്രേയസ് നിന്റെ മുമ്പിൽ വന്ന് പ്രേയസിനെ നിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് നീ അതിനെ സ്വീകരിക്കാതെ ശ്രേയസിനെ മാത്രം ഭരിച്ചല്ലോ. വേണ്ട, ഇവിടെ ആരുമില്ല, എല്ലാം കഴിഞ്ഞാണ് പോകും. ഒരു ഗുരുവിൽ നമുക്ക് വിശ്വാസം ഉണ്ടായില്ല, പിന്നെ ഉള്ളത് പണത്തിൽ. അതെന്തിനുമുള്ള പ്രേയസിന്റെ തലത്തിൽപ്പെട്ടത് ശ്രേയസോ അത് ഗുരുവിന്റെ വാക്ക് പഠിക്കണം, മനനം ചെയ്യണം, വിദ്യാപനം ചെയ്യണം. ഏതായാലും നചികേതസ് യവനിൽ നിന്നും മൃത്യുരഹസ്യം അറിയാൻ പോയ യവന്റെ അടുത്ത് പോയ നചികേതസ് മൃത്യുവൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചുപോയി. അമർത്തനായിട്ട് തിരിച്ചുപോയി. പ്രശ്നത്തിന്റെ പരിഹാരം എങ്ങനെയായിരുന്നു? എന്താണ്? മരണത്തിന് ശേഷം മരിച്ചവർ ഉണ്ടായിരിക്കുമോ ഇല്ലായിരിക്കുമോ എന്ന് ചോദിച്ച നചികേതസിനോട് ഉത്തരവായിട്ട് അദ്ദേഹം നീട്ടി പറഞ്ഞു കൊടുത്തത് മരണമേ ഒന്നേ ഇല്ല, പിന്നെ മരിച്ചതിന് ശേഷമുള്ള കാര്യത്തെ പറ്റില്ല ഒന്നും പറയാൻ സമയം പോകുന്നു മോനെ. എന്താണ് മനസ്സിലായില്ലേ? മരണമേ ഇല്ല. മരണം ഇല്ലെങ്കിൽ പിന്നെ മരണശേഷം ഉണ്ടെന്നുള്ള പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെ ചോദ്യം വന്നത് എന്തുകൊണ്ട്? മരണമുണ്ട് എന്നുള്ള തെറ്റായ ധാരണയിൽ നമ്മൾ ജീവിച്ചത്. അപ്പൊ ഇങ്ങനെ ശ്രേയസ്സും പ്രേയസ്സും ഒരുപോലെ ഒന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രേയസിനെ മാത്രം ഭരിച്ചാൽ ശ്രേയസ് കിട്ടുകയില്ല. ശ്രേയസിനെ മാത്രം ഭരിച്ചാൽ ശ്രേയസ്സും പിന്നാലെ ശ്രേയസിന്റെ പിന്നാലെ വരും. അതുകൊണ്ട് ഇവിടെ പറയുന്നു പ്രയച്ഛ എന്ന് വെച്ചാൽ തരിക, തന്നനുഗ്രഹിക്കുക. ശ്രേയസിനെയും പ്രേയസിനെയും ഒരുപോലെ തന്നനുഗ്രഹിച്ചാലും സ്വാഹ. സ്വാഹ എന്ന് പറയുന്നത് കൊണ്ടുള്ള വേദനകളിലെ പിന്നെ ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്ന മന്ത്രങ്ങളിലെല്ലാം സ്വാഹ അവസാനിക്കണമെന്നൊരു നിയമമുണ്ട്. അതിൻ്റെ പലതരത്തിൽ അർത്ഥം വരാറുണ്ട്. അഗ്നിദേവന്റെ ഭാര്യയുടെ പേരാണെന്ന് പറയാറുണ്ട്. പിന്നൊരർത്ഥം ആഹാ, ഇങ്ങനെ നന്നായി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ അല്പം ഗ്രാമർ തെറ്റും അവിടെ സംസ്കൃത പണ്ഡിതന്മാരത് യോജിച്ചെന്ന് വരില്ല. പിന്നെ വൈദിക
സംസ്കൃതത്തിൽ ചിലപ്പോൾ ഗ്രാമർ നിയമമൊന്നും നോക്കാറില്ല. അത് ആർഷമാണെന്ന് പറയും. എന്നാൽ ഋഷിമാരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർ പ്രയോഗിച്ചതാണ്. അതുകൊണ്ട് അതിനകത്ത് തെറ്റൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ കർമ്മത്തെ കളഞ്ഞോ ഇല്ലയോ? അഗ്നിഹോത്രത്തെ കളഞ്ഞോ ഇല്ലയോ? ഇല്ല. അഗ്നിഹോത്രത്തിന് ഇവിടെ പുതിയ അർത്ഥം കിട്ടിയില്ലേ? എന്താണ്? നമുക്ക് ഏകമായ സത്യവുമായിട്ടുള്ള സാക്ഷാത്കാരം ജീവിത അനുഭവമായി തീരത്തക്കവണ്ണം ഉള്ള ഒരു ഉപാധിയാക്കി അതിനെ മാറ്റിയത്. ആ അറിവിൻ്റെ വെള്ളപ്പൊക്കത്തിൽ കർമ്മം എന്ന അഗ്നിഹോത്രം, കർമ്മമായ അഗ്നിഹോത്രം അതായി തീർന്നതും പൊട്ടക്കുളമായി. അപ്പൊ കർമ്മത്തെ നിരാകരിക്കാതെ നീ കർമ്മം ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, കർമ്മം ചെയ്തോ, ഇങ്ങനെ അർത്ഥമുണ്ടെന്ന് കണ്ടു ചെയ്തു. ഇത് തന്നെയാണ് ശാസ്ത്രത്തെ വേണ്ടിയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു അർത്ഥത്തിലാണ് നമ്മൾ ഗുരുകുലത്തിൽ ഹോമം ചെയ്യുന്നത്. എല്ലാ ഞായറാഴ്ചയും ഹോമം നടക്കാറുണ്ട്. അതിനനുബന്ധിച്ചിട്ടുള്ള ക്ലാസുകൾ നടക്കാറുണ്ട്. അതേ അർത്ഥത്തിൽ തന്നെ ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നടരാജഗുരു എന്ത് പറഞ്ഞത്? ഈ ഹോമം കൊണ്ട് ഗുരുകുലം വളരണം.